ഞാൻ ഓഡിഷൻ മുഖാന്തരമാണ് വന്നത്. എൻ്റെ കസിൻസ് ഞാൻ അറിയാണ്ട് തന്നെ എൻ്റെ പിക്സ് ഡയറക്ടർ ഒമർക്കേക്ക് സെൻഡ് ചെയ്തു. അങ്ങനെ തീരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാൻ വന്നത് ഈ ഫീൽഡിലേക്ക്. പിന്നെ ഓഡിഷൻസ് ഉണ്ടായിരുന്നു, അവർ എന്നെ ഓഡിഷനിലേക്ക് വിളിച്ചു. എൻ്റെ പിക്സ് കണ്ട് ഇഷ്ടമായി, പിന്നെ അവിടെ നിന്ന് അവർ ഇമ്പ്രസ്സായി. അങ്ങനെ ഫിലിമിലേക്ക് എനിക്ക് വരാൻ പറ്റി. ഹാപ്പി വെഡിങ് സിനിമ ആ പേരിൽ തന്നെ ഉണ്ട് ഒരു ഹാപ്പിനെസ്. ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് മൂവിയാവും, ഫൺ എന്റർടൈനിങ് മൂവി തന്നെയാവും. ഞാൻ ഗ്യാരണ്ടി പറയണു. ഫുൾ ഹാപ്പി ആവും നമ്മൾ, ഫുൾ കോമഡിയാണ്. ഒരു കോളേജ് ലൈഫും കാണിക്കുന്നുണ്ട്, ഒരു ലവ് സ്റ്റോറിയും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ, ഹരി എന്നൊരു ക്യാരക്ടറിനെ പറ്റിയിട്ടാണ് കൂടുതൽ പറയുന്നത്. ആള് കുറച്ച് ഒരു പാവം പിടിച്ചൊരു ക്യാരക്ടറാണ്, കുറച്ച് കോൺഫിഡൻസ് ഒക്കെ കുറച്ച് കുറവുള്ള ഒരാളാണ്. ആൾക്ക് ആളുടേതായ കൺസെപ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ഏതൊരു പെൺകുട്ടീനെ ഒരു 5 മിനിറ്റ് കണ്ടപ്പോൾ വീഴുന്ന ഒരു ടൈപ്പ് ക്യാരക്ടറാണ്, ഒരു ലോലൻ ക്യാരക്ടറാണ് ആളെ ബേസ് ചെയ്തിട്ടാണ് ഈ സ്റ്റോറി. ആളും ആളുടെ ലൈഫിൽ പറ്റുന്ന ഓരോരോ സംഭവങ്ങളും പിന്നെ ഫ്രണ്ട്സും കോളേജും അങ്ങനെയായിട്ട് കാണിക്കുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു നോർമൽ ഗേൾ ആണ് ഞാൻ. അത്ര ട്രഡീഷണലും അല്ല, അന്ന് അത്ര മോഡേണും അല്ല. ഒരു നോർമൽ ക്യാരക്ടറാണ് എൻ്റെ. ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള ക്യാരക്ടർ അല്ല. ഒരു നോർമൽ ഗേൾ. എങ്ങനെ ഞാൻ ബിഹേവ് ചെയ്യണത് അതേപോലെ എനിക്ക് ബിഹേവ് ചെയ്താൽ മതി. അധികം കൂടുതൽ അങ്ങനെ എക്സ്പ്രസ് ചെയ്യേണ്ട അങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. ഒരു നോർമൽ ക്യാരക്ടർ തന്നെയായിരുന്നു. കുറച്ച് ബോൾഡായിരുന്നു ഞാൻ, കുറച്ച് കണ്ണിങ് ആയിരുന്നു, കുറച്ച് കുസൃതിയൊക്കെ ഉള്ള ഒരു കുട്ടിയാണ്, കുറച്ച് കളിപ്പിക്കാനൊക്കെ ആഗ്രഹമുള്ള ഒരു കുട്ടിയാണ്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ.